ഫോർ ഡിബഞ്ചേഴ്സ് ചാപ്റ്ററിലെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് നമ്മുടെ ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണോ അതേ സിമിലർ ആയിട്ടുള്ള എൻട്രീസ് ആണ് അവിടെയും വരുന്നത്. ഓക്കെ, അവിടെ ഷെയർസ് എന്നുള്ളതിന് പകരം നിങ്ങൾ ഡിബഞ്ചർ ആക്കിയാൽ മാത്രം മതി, അതൊരു ഡിഫറൻസ് ഒന്നുമില്ല. ഇനി നമുക്കിവിടെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, അതായത് നമ്മൾ ക്യാഷിന് പകരം ഒരു കൺസിഡറേഷൻ എന്നുള്ള രീതിയിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ആ ഒരു കാര്യം മാത്രം ഒന്ന് ജസ്റ്റ് പറയാം. അപ്പോൾ നമ്മൾ വേറൊരു റണ്ണിങ് ബിസിനസ്സോ എന്തെങ്കിലും അസറ്റ്സോ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു കമ്പനി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ജേണൽ എൻട്രീസ് പാസ് ചെയ്താൽ മതി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പർച്ചേസ് ചെയ്തത്, ഇപ്പോൾ അസറ്റോ ബിസിനസ്സോ എന്താണോ പർച്ചേസ് ചെയ്തത് ആ പർച്ചേസ് ചെയ്തതിൻ്റെ ജേണൽ എൻട്രിയാണ് നമ്മളവിടെ പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ജേണൽ എൻട്രി എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് അക്കൗണ്ട് ടു വെൻഡേഴ്സ് അക്കൗണ്ട്. വെൻഡേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ ഈ പറയുന്ന അസറ്റ് വാങ്ങിച്ചിട്ടുള്ളത് അവരെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ അസറ്റ്സ്, ഇപ്പോൾ ബിസിനസ്സാണ് നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ആ അസറ്റ് ആ ബിസിനസ് നമ്മൾ ടേക്ക് ഓവർ ചെയ്തപ്പം അവരുടെ കയ്യിലുള്ള അസറ്റ്സിൻ്റെ വാല്യൂ, പിന്നെ ലയബിലിറ്റീനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. പിന്നെ വെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് എത്ര ക്യാഷായിട്ട് പർച്ചേസ് കൺസിഡറേഷൻ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ വെൻഡേഴ്സ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഇനി നമ്മൾ ഈ ജേണൽ എൻട്രി ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പർച്ചേസ് കൺസിഡറേഷനും ഈ പറഞ്ഞ നെറ്റ് അസറ്റ്സിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ഓക്കെ, അതായത് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, അസറ്റിൽ നിന്നും ലയബിലിറ്റി നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് നെറ്റ് അസറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതിലേക്ക് കാണിക്കണം, ഗുഡ് വിൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അവിടെ ജേണൽ എൻട്രിയിൽ അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ, ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് അക്കൗണ്ട് ടു വെൻഡേഴ്സ് അക്കൗണ്ട് എന്ന് വരും. ഇനി നേരെ തിരിച്ച് റിവേഴ്സ് ആയിട്ടും ഇത് സംഭവിക്കാം. അതായത് നെറ്റ് അസറ്റ്സിൻ്റെ വാല്യൂ പർച്ചേസ് കൺസിഡറേഷനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഒരു കമ്പനി പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ആ ക്യാഷിനേക്കാൾ കൂടുതൽ വർത്തുള്ള നെറ്റ് അസറ്റ് കിട്ടിയെങ്കിൽ എന്താണ്, അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ നമ്മൾ ഇതേ ജേണൽ എൻട്രിയിൽ തന്നെ എന്ത് മാറ്റം വരും, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് അക്കൗണ്ട് ടു വെൻഡേഴ്സ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ എമൗണ്ടിനെ കാണിക്കേണ്ടത്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡിബഞ്ചേഴ്സ് ആണ് അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ ആ ഒരു വെൻഡർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഡിബഞ്ചേഴ്സ് പാറിലാണോ പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ ഇഷ്യൂ ചെയ്യുന്നത് നോക്കിയിട്ട് ഒരു ജേണൽ എൻട്രി കൂടി നമ്മൾ പാസ് ചെയ്താൽ മതി. അപ്പോൾ പാറിലാണെങ്കിൽ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ വെൻഡർ അക്കൗണ്ടിൽ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ആണ് കാണിക്കേണ്ടത്, ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എന്താണോ അത്. ഇനി പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയത്തിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം, അത് നമുക്കറിയാവുന്നതാണ്, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പ്രീമിയത്തിൻ്റെ എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവിലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇനി ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് കാണിക്കണം. സോ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ജേണൽ എൻട്രിയിൽ ഏതാണോ ഇപ്പോൾ ഡിബഞ്ചേഴ്സ് എങ്ങനെയാണോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മളവിടെ ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്.